ഹേ ഓൾ, ഐ എം നവ്യ. എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലായ മാസ്റ്റർ വിത്ത് നവ്യയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാനായിട്ട് പറ്റും. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റാക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. വീഡിയോയിലേക്ക് കടന്ന ശേഷം നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ എക്കണോമിക്സിൽ പൊതുവെ യൂസ് ചെയ്യുന്ന കുറേ കീ ടേംസുകളുണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, കമോഡിറ്റി. കമോഡിറ്റി ഈസ് എ മാർക്കറ്റബിൾ ഐറ്റം പ്രൊഡ്യൂസ് ടു സാറ്റിസ്ഫൈ വാണ്ട്സ് ഓർ നീഡ്സ്. എക്കോണമിക് കമോഡിറ്റീസ് കംപ്രൈസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. കമോഡിറ്റി എന്ന് വെച്ചാൽ ചരക്ക്. കച്ചവടം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇനത്തെ നമുക്ക് എന്ത് പറയാം? കമോഡിറ്റി എന്ന് പറയാം. അതെങ്ങനെയായിരിക്കണം? നമ്മുടെ വോണ്ട്സ് ആൻഡ് നീഡ്സ്, നമ്മുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്ന ഒന്നായിരിക്കണം. അങ്ങനെയുള്ള ഒരു ഐറ്റത്തെ നമുക്ക് എന്ത് പറയാം? കമോഡിറ്റി എന്ന് പറയാം. എക്കണോമിക് കമോഡിറ്റീസിനെ അടുത്ത് വരുന്നതാണ് ഗുഡ്സും സർവീസും, അതായത് ചരക്കുകളും സേവനങ്ങളും. ഇനി അടുത്ത ഒരു ടീമാണ് ഗുഡ്സ്. ഗുഡ്സ് ഈസ് എനിത്തിങ് യൂസ് ടു സാറ്റിസ്ഫൈ എ പേഴ്സൺസ് വാണ്ട്സ് ആൻഡ് ഡിസയർ. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒരുപോലെ നിറവേറ്റാൻ ഉപയോഗിക്കുന്ന ഒരു സാധനത്തെ, ഏതൊരു സാധനത്തെ നമുക്കെന്ത് പറയാം? ഗുഡ്സ് എന്ന് പറയാം. ഇനി അടുത്ത സാറ്റിസ്ഫാക്ഷൻ. ദ പ്രോസസ് ഓഫ് സക്സസ്ഫുള്ളി ഫുൾഫില്ലിങ് വാണ്ട്സ് ആൻഡ് നീഡ്സ്. സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ സംതൃപ്തി, നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റുന്ന പ്രക്രിയ, അതിനെയാണ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഇനി യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി ഈസ് ദ വൺ സാറ്റിസ്ഫൈയിങ് ക്വാളിറ്റി ഓഫ് എ തിങ് when we use or consume it. ഒരു വസ്തു നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന തൃപ്തികരമായ ഗുണനിലവാരത്തെ നമുക്ക് എന്ത് പറയാം? യൂട്ടിലിറ്റി എന്ന് പറയാം. എക്കോണമിക് റിസോഴ്സസ്. These are also called factors of production. These are needed for the production of goods and services. അതായത് എക്കണോമിക് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസുകൾ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കണോമിക് റിസോഴ്സസ് എന്ന് പറയുന്നത്. അടുത്ത ടേമാണ് വെൽത്ത്. വെൽത്ത് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഓൾ തിങ്സ് ദാറ്റ് ഹാവ് വാല്യൂ. ഫോർ എ കമോഡിറ്റി ടു ബി കാൾഡ് വെൽത്ത്, ഇറ്റ് മസ്റ്റ് പൊസസ് യൂട്ടിലിറ്റി, സ്കേഴ്സിറ്റി ആൻഡ് ട്രാൻസ്ഫറബിലിറ്റി. വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത്. മൂല്യമുള്ള എല്ലാ വസ്തുവിനെയും നമ്മൾ കോമൺ ആയിട്ട് എന്ത് പറയും? വെൽത്ത് എന്ന് പറയും, അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയും. പക്ഷേ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ വെൽത്ത് എന്ന് പറയുമ്പോൾ ആ കമോഡിറ്റിക്ക് 3 ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ 3 ഫീച്ചേഴ്സ് കൂടി ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ്? യൂട്ടിലിറ്റി, സ്കേഴ്സിറ്റി, ട്രാൻസ്ഫറബിലിറ്റി. ഈ 3 എണ്ണം കൂടി ഇല്ലാത്ത ഒരു കമോഡിറ്റി നമ്മൾ എക്കണോമിക്സിൽ വെൽത്ത് എന്ന് പറയുകയില്ല. അടുത്ത ഒരു ടേമാണ് വെൽഫെയർ. വെൽഫെയർ ഈസ് ദ വെൽബീയിങ് ഓർ സാറ്റിസ്ഫാക്ഷൻ എൻജോയ്ഡ് ബൈ ദ സൊസൈറ്റി. അതായത് സമൂഹം അനുഭവിക്കുന്ന സംതൃപ്തിയെ നമുക്ക് വെൽഫെയർ എന്ന് പറയാം. അതായത് വെൽഫെയർ എന്ന് വെച്ചാൽ ക്ഷേമം എന്ന് പറയും മലയാളത്തിൽ. അടുത്ത ടേം എക്കണോമിക് ഗ്രോത്ത് ഈസ് ആൻ ഇൻക്രീസ് ഇൻ ദ കപ്പാസിറ്റി ഓഫ് ആൻ എക്കോണമി ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് കമ്പയർഡ് ഫ്രം വൺ പീരീഡ് ഓഫ് ടൈം ടു അനദർ. അതായത് ചരക്കുകളും സേവനങ്ങളും, ഗുഡ്സ് ആൻഡ് സർവീസുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സമ്പദ് വ്യവസ്ഥയുടെ ശേഷിയിൽ വന്ന വർധനവ്. അതായത് വർധനവ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മുൻകാലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടായ വർധനവ്. ആ വർധനവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. അടുത്ത ടേമാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. ഇസ് എ പ്രോസസ് ഓഫ് ഡിവൈഡിങ് എ മാർക്കറ്റ് ഓഫ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഇൻ ടു ഗ്രൂപ്പ്സ് ഓർ സെഗ്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്. അപ്പം ഉപഭോക്താവിൻ്റെ വ്യത്യസ്തമായ സ്വഭാവ വിശേഷതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മാർക്കറ്റിനെ വേർതിരിക്കും. ആ പ്രോസസ്സിനെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ നടത്തുന്നത്? ഇപ്പം ഏജ് ഗ്രൂപ്പിൻ്റെ ബേസിൽ നമുക്ക് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ നടത്താം. ബേബീസ്, ഓൾഡ് ഏജ് അങ്ങനെ പറഞ്ഞിട്ട് നടത്താം. അപ്പം ആ ഒരു ഗ്രൂപ്പിനെ മാത്രം നോക്കിയിട്ട് അവർക്ക് വേണ്ടുന്ന പ്രോഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ നടത്തുന്നത്. അടുത്ത ഒരു ടേമാണ് സ്കേഴ്സിറ്റി. Scarcity. A good or service is scarce in relation to its demand. അതായത് ക്ഷാമം. സ്കേഴ്സിറ്റി എന്ന് വെച്ചാൽ ക്ഷാമം എന്ന് പറയും. നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചരക്കോ അല്ലെങ്കിൽ ഒരു സർവീസോ
നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് അത് അവൈലബിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷനെ നമുക്ക് സ്കേഴ്സിറ്റി എന്ന് പറയാം. അൾട്ടർനേറ്റീവ്സ്, ചോയ്സ് ലിമിറ്റഡ് ടു വൺ ഓഫ് ടു ഓർ മോർ പോസിബിലിറ്റീസ്, അതായത് നമുക്കുള്ള ഇതര മാർഗങ്ങളിൽ നിന്നിട്ട് നമ്മൾ ഒന്നോ രണ്ടോ രണ്ടിലധികമോ പോസിബിലിറ്റീസ് ഉണ്ടായിരിക്കും, നമ്മൾ അതിൽ നിന്നിട്ട് ഒരു ചോയ്സ് നടത്തുകയാണ്, അതിനെ നമ്മൾ എന്ത് പറയും? ആൾട്ടർനേറ്റീവ്സ് എന്ന് പറയും. ഒപ്റ്റിമൈസേഷൻ, ദ ആക്ട് ഓഫ് ഫൈൻഡിങ് ആൻ ആൾട്ടർനേറ്റീവ് വിത്ത് ദ മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് ഓർ ഹയസ്റ്റ് അച്ചീവബിൾ പെർഫോമൻസ്, അതായത് ചിലവ് കുറഞ്ഞതും ഉയർന്ന നേട്ടം ലഭിക്കുന്നതുമായ, അതായത് ലോ കോസ്റ്റ് ആൻഡ് ഹൈ പ്രോഫിറ്റ്, അങ്ങനെ ഉള്ള ഒരു ആൾട്ടർനേറ്റീവിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന അതിനെ നമുക്ക് എന്ത് പറയാം? ഒപ്റ്റിമൈസേഷൻ എന്ന് പറയാം. ഇനി ചോയ്സ്, ദ എബിലിറ്റി ഓഫ് എ കൺസ്യൂമർ ഓർ പ്രൊഡ്യൂസർ ടു ഡിസൈഡ് വിച്ച് ഗുഡ് സർവീസ് ഓർ റിസോഴ്സ് ടു പർച്ചേസ് ഓർ പ്രൊവൈഡ് ഫ്രം എ റേഞ്ച് ഓഫ് പോസിബിൾ ഓപ്ഷൻ. ഒരു അവൈലബിൾ ആയിട്ടുള്ള ഒരു റേഞ്ച് ഓഫ് പ്രോഡക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു റേഞ്ച് ഓഫ് സർവീസ് അല്ലെങ്കിൽ റേഞ്ച് ഓഫ് റിസോഴ്സുകളിൽ നിന്ന് ഏത് പർച്ചേസ് ചെയ്യണം, ഏത് പ്രൊവൈഡ് ചെയ്യണം എന്ന് തിരഞ്ഞെടുക്കുന്ന കൺസ്യൂമറിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിൻ്റെയോ എബിലിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചോയ്സ് എന്ന് പറയുന്നത്. അടുത്ത ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ബെനിഫിറ്റ് ദാറ്റ് മസ്റ്റ് ബി ഗിവൺ അപ്പ് ടു ഒബ്റ്റെയിൻ സംതിങ് എൽസ്, അതായത് നമുക്കറിയാം നമുക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടായിരിക്കും, അതിൽ നിന്ന് പക്ഷേ നമുക്ക് ഒരെണ്ണം മാത്രമേ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം എന്താണ്? നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകളായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഒരെണ്ണം തിരഞ്ഞെടുക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ പോസിബിലിറ്റീസിൽ നിന്നും നമുക്ക് നഷ്ടമാകുന്ന ആനുകൂല്യത്തെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. വാട്ട് ഈസ് എക്കണോമിക്സ്? എന്താണ് എക്കണോമിക്സ്? എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ സൊസൈറ്റി യൂസസ് ഇറ്റ്സ് ലിമിറ്റഡ് റിസോഴ്സ്. പരിമിതമായ റിസോഴ്സുകളെ എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി ഉപയോഗിക്കുന്നത്, അതിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഹൗ ഹ്യൂമൻ മേക്ക് ഡിസിഷൻസ് ഇൻ ദ ഫേസ് ഓഫ് സ്കേഴ്സിറ്റി, ക്ഷാമമുണ്ടാവുമ്പോൾ എങ്ങനെയാണ് ആളുകൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇൻഡിവിജ്വൽ ഡിസിഷൻസ് അല്ലെങ്കിൽ ഫാമിലി ഡിസിഷൻസ് ഓർ ബിസിനസ് ഡിസിഷൻസ്, അങ്ങനെ ഏതും ആകട്ടെ, അങ്ങനെയുള്ള തീരുമാനങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നതിനെ പറ്റിയിട്ട് പഠിക്കുന്ന ഒന്നാണ് എക്കണോമിക്സ് എന്ന് പറയാം. സ്കേഴ്സിറ്റി എന്താണെന്ന് വെച്ചാൽ, സ്കേഴ്സിറ്റി ഈസ് ദാറ്റ് കൺസെപ്റ്റ് വിച്ച് ഹ്യൂമൻ വാണ്ട്സ് എക്സീഡ് ദ റിസോഴ്സസ് അവൈലബിൾ ദാറ്റ് ആർ നെസസറി ടു പ്രൊഡ്യൂസ് ദ ഗുഡ്സ് യൂസ് ടു സാറ്റിസ്ഫൈ ദോസ് വാണ്ട്സ്. നമ്മുടെ ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ നമ്മുടെ എക്കോണമിയിൽ അവൈലബിൾ അല്ലാത്ത ഒരവസ്ഥ, ആ അവസ്ഥയാണ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. അടുത്തത്, ഹു ഈസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ്? ആരാണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്? തത്വചിന്തകനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ആദം സ്മിത്താണ് എക്കണോമിക്സിൻ്റെ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് അറിയപ്പെടുന്നത്. ഇദ്ദേഹം സ്കോട്ട്ലൻഡാണ് സ്വദേശം. അതുപോലെ തന്നെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് 1776 വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ് കോമൺലി ഇന്ന് അറിയപ്പെടുന്നത്. ഈ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ബുക്കിലാണ് ആദ്യമായിട്ട് നമ്മുടെ എക്കണോമിക്സിൻ്റെ ഡെഫിനേഷൻ ഇദ്ദേഹം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഇദ്ദേഹത്തെ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് മേജർ 4 ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഫസ്റ്റ് വൺ, വെൽത്ത് ഡെഫിനിഷൻ ബൈ ആദം സ്മിത്ത്, വെൽഫെയർ ഡെഫിനിഷൻ ബൈ ആൽഫ്രഡ് മാർഷൽ, scarcity definition by Lionel Robbins, and finally growth definition by Paul Samuel. ഫസ്റ്റ് ഡെഫിനേഷൻ, വെൽത്ത് ഡെഫിനേഷൻ ബൈ ആദം സ്മിത്ത്. ഇതാണ് നമ്മുടെ എക്കണോമിക്സിൻ്റെ ആദ്യത്തെ ഡെഫിനേഷൻ. ഫാദർ ഓഫ് എക്കണോമിക്സ് ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ബുക്കിലാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ, എക്കണോമിക്സ് ഈസ് ദ സയൻസ് ഓഫ് വെൽത്ത്. സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയാണ്, അതായത് സയൻസ് ഓഫ് വെൽത്ത് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപാദനം, വിതരണം, ഉപഭോഗം, അതായത് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസപ്ഷൻ, ഈ 3 കാര്യങ്ങളും. അതുപോലെ തന്നെ കോസസ് ബിഹൈൻഡ് ദ ക്രിയേഷൻ ഓഫ് വെൽത്ത്, സമ്പത്ത് സൃഷ്ടിക്കുന്നതിന് പിന്നിലെ കാരണങ്ങളും. അതുപോലെ തന്നെ മെറ്റീരിയൽ വെൽത്ത്, ഭൗതിക സമ്പത്ത്,
ഈ 3 കാര്യങ്ങളെ പറ്റിയിട്ട് ഡീൽ ചെയ്ത് വരുന്നതാണ് എക്കണോമിക്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഡെഫിനിഷൻ വെൽഫെയർ ഡെഫിനിഷൻ ബൈ ആൽഫ്രഡ് മാർഷൽ ഇൻ 1819 ആണ്. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: എ സ്റ്റഡി ഓഫ് മെൻ ആസ് ദേ ലീവ് ആൻഡ് മൂവ് ആൻഡ് തിങ്ക് ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ഓർഡിനറി ബിസിനസ് എന്ന് പറഞ്ഞാൽ ബേസിക് എക്കോണമിക് ആക്ടിവിറ്റീസ് ക്യാരിഡ് ഔട്ട് ബൈ എ പേഴ്സൺ ഇൻ ഓർഡർ ടു എക്സിസ്റ്റ്. നിലനിൽപ്പിനായിട്ട് ഒരു വ്യക്തി നടത്തുന്ന ബേസിക് ആയിട്ടുള്ള എക്കോണമിക് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഓർഡിനറി ബിസിനസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് എങ്ങനെ വരുമാനം ലഭിക്കുന്നു, അതെങ്ങനെ ഉപയോഗിക്കുന്നു അദ്ദേഹം, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എക്കണോമിക്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ, അതായത് വെൽഫെയർ ഡെഫിനേഷനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു സൈഡിൽ വെൽത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ വെൽഫെയറിനെ പറ്റിയിട്ട്, അതായത് ആ കിട്ടുന്ന വരുമാനം അവരെങ്ങനെ യൂസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്താണ് വരുന്നത്? വെൽഫെയർ, വെൽബീങ് ആണ് വരുന്നത്. അപ്പം അതിനെ രണ്ടിനെ പറ്റിയിട്ട്, വെൽത്തിനെ പറ്റിയിട്ടും വെൽഫെയറിനെ പറ്റിയിട്ടും ഈ ഒരു വെൽഫെയർ ഡെഫിനേഷനകത്ത് ആൽഫ്രഡ് മാർഷൽ പറയുന്നുണ്ട്. അടുത്ത 3ാമത്തെ ഡെഫിനേഷൻ സ്കേഴ്സിറ്റി ഡെഫിനേഷൻ ബൈ ലയണൽ റോബിൻസ് ആണ്. 1932 ഈ ഡെഫിനേഷൻ കൊണ്ടുവരുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നത് എക്കണോമിക്സ് ഈസ് എ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻസ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസ്. അതായത് ഇതര മാർഗങ്ങളിലൂടെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന സ്കേഴ്സ് ആയിട്ടുള്ള കുറേ റിസോഴ്സുകളെ നമ്മൾ അതെങ്ങനെ യൂസ് ചെയ്യുന്നു, നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ബിഹേവിയർ, ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ട് പഠിക്കുന്നതാണ് എക്കണോമിക്സ് എന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ 3 കാര്യങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട് അദ്ദേഹം. 3 അസംഷൻസ് എന്ന് പറയാം. ഹ്യൂമൻ വാണ്ട്സ് എപ്പോഴും അൺലിമിറ്റഡ് ആയിരിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെയായിരിക്കും? പരിധി ഇല്ലാത്ത ആയിരിക്കും. നമുക്ക് പരിമിതമായ ആഗ്രഹങ്ങളായിരിക്കത്തില്ല ഉള്ളത്. അതുപോലെ മറ്റൊരു അസംഷൻ എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റീവ് യൂസ് ഓഫ് സ്കേഴ്സ് റിസോഴ്സ്. നമുക്ക് സ്കേഴ്സ് ആയിട്ട് പരിമിതമായ റിസോഴ്സുകൾ നമുക്ക് ആൾട്ടർനേറ്റീവ് വേയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ 3ാമത് പറയുന്നത് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സുകളെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഒപ്റ്റിമൈസ് ചെയ്യാം. നമ്മൾ തുടക്കത്തിൽ കീ ടൈംസ് പഠിച്ചതിനകത്ത് പഠിച്ചു ഒപ്റ്റിമൈസേഷൻ, അതായത് ബെസ്റ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സ്. കോസ്റ്റ് കുറഞ്ഞ് പ്രോഫിറ്റ് കൂടിയ നിലയിൽ നമുക്ക് എങ്ങനെ റിസോഴ്സുകളെ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാം. ഈ 3 കാര്യങ്ങളും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ സ്കേഴ്സിറ്റി ഡെഫിനേഷനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അടുത്ത ഡെഫിനേഷൻ, അതായത് ഫൈനൽ ഡെഫിനേഷൻ, ബ്രോഡ് ഡെഫിനേഷൻ ബൈ പൗൾ എ സാമുവൽസൺ 1948 ആണ്. അദ്ദേഹത്തിൻ്റെ ഡെഫിനേഷനിൽ പറയുന്നത് എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ഹൗ മെൻ ആൻഡ് സൊസൈറ്റി ചൂസ് with or without the use of money to employ scarce productive resources which could have alternative uses to produce various commodities over time and distribute them for consumption now and in the future among us various people and groups of society. എന്ന് വെച്ചാൽ നമ്മൾ ഒരു വ്യക്തി ഒരു ഇൻഡിവിജ്വൽ ആകാം അല്ലെങ്കിൽ സൊസൈറ്റി എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സുകൾ, അതായത് നമുക്ക് പരിമിതമായ റിസോഴ്സുകളെ നമ്മൾ എങ്ങനെ ഓൾട്ടർനേറ്റീവ് വേസിൽ യൂസ് ചെയ്ത് എങ്ങനെ കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതെങ്ങനെ കൺസപ്ഷന് വേണ്ടിയിട്ട് സൊസൈറ്റിയിലേക്കോ അല്ലെങ്കിൽ വേരിയസ് പീപ്പിളിലേക്കോ ഇപ്പോഴോ ഫ്യൂച്ചർ ടൈമിലോ എത്തിച്ചു കൊടുക്കുന്നു എന്നൊക്കെയുള്ള കാര്യത്തെ പറ്റിയിട്ടുള്ള പഠനമാണ് എക്കണോമിക്സ് എന്നാണ് പറയുന്നത്. കുറച്ചുകൂടി വൈഡായിട്ടാണ് നമ്മുടെ ഈ ഒരു ഡെഫിനേഷൻ. ഇതിനകത്ത് ഓൾമോസ്റ്റ് നമ്മുടെ എക്കണോമിക്സിനെ പറ്റിയിട്ട് കവർ ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വെൽഫെയറും സ്കേഴ്സിറ്റി ഡെഫിനേഷനും കൂടി ഉള്ള ഒരു കോമ്പിനേഷനാണ്. അതായത് സ്കേഴ്സിറ്റി വരുന്ന എപ്പോഴാണ്? നമുക്ക് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ നമുക്കുള്ള റിസോഴ്സുകൾ എങ്ങനെയാണ്? സ്കേഴ്സ് ആയിരിക്കും. അങ്ങനെയുള്ള റിസോഴ്സുകൾ വെച്ച് എങ്ങനെ നമ്മൾ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് എങ്ങനെ പ്രൊഡക്ഷൻ നടത്തുന്നു, അതുപോലെ തന്നെ എങ്ങനെ ഇത് ആളുകളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ദം ഫോർ കൺസെപ്ഷൻ. അപ്പം അതെന്താണ്? നമ്മൾ അത് കൺസെപ്ഷന് വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആളുകളുടെ വെൽഫെയർ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടി. അപ്പം ഇവിടെ വെൽഫെയറും വരുന്നുണ്ട്, സ്കേഴ്സിറ്റിയും വരുന്നുണ്ട്. അപ്പം കോമ്പിനേഷൻ ഓഫ് വെൽഫെയർ ആൻഡ് സ്കേഴ്സിറ്റി ഡെഫിനേഷനാണ് ബ്രോഡ് ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഡെഫിനേഷൻസ് പഠിക്കുമ്പോൾ ഈ ഒരു ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും പഠിക്കാൻ. വാട്ട് ഈസ് ആൻ എക്കോണമി? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ
രണ്ട് എക്കോണമിക് ഏജൻറ്റുകൾ മാത്രമുള്ള ഒന്നിനെ നമുക്ക് എക്കോണമി എന്ന് പറയും. രണ്ട് എക്കോണമിക് ഏജൻറ്റ് എന്ന് വെച്ചാൽ പ്രൊഡ്യൂസറും മറ്റൊന്ന് കൺസ്യൂമറും. അതായത് പ്രൊഡക്ഷൻ നടത്തുന്ന ആൾ, ഉൽപ്പാദനം നടത്തുന്ന ആളും, കൺസെപ്ഷൻ അതായത് കൺസ്യൂമർ ഉപഭോഗം നടത്തുന്ന ആളും. അപ്പം ഉൽപ്പാദനം നടത്തുന്ന ആളും ഉപഭോഗം നടത്തുന്ന ആളും മാത്രം അടങ്ങുന്ന ഒന്നാണ് ഒരു എക്കോണമി എന്ന് പറയാം. പക്ഷെ നമുക്കറിയാം നമ്മുടെ എക്കോണമിയിൽ ഇതുപോലെയുള്ള മില്യൺസ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മില്യൺസ് ഓഫ് കൺസ്യൂമേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവർ ഇൻട്രാക്ട് ചെയ്യുന്ന, ഇവർ ഒത്തുകൂടുന്ന ഒരു സിസ്റ്റത്തെ നമുക്ക് എക്കോണമി എന്ന് പറയാം. നെക്സ്റ്റ് ടോപ്പിക് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. നമ്മുടെ എക്കണോമിക്സിൽ നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് എക്കണോമിക് ആക്ടിവിറ്റീസ്, അതായത് നമ്മൾ മണി ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ എക്സ്ചേഞ്ച് വഴിയോ നടത്തുന്ന ആക്ടിവിറ്റികളെ നമുക്ക് എക്കോണമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാം. ഇത് പൊതുവേ എന്താണ്, പ്രോഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഡെലിവർ ചെയ്യുമ്പോൾ അവിടെ യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, നമ്മൾ ഇത്ര രൂപയ്ക്കാണ് ആ സർവീസ് പ്രൊവൈഡ് ചെയ്തത്, അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്കാണ് ആ പ്രോഡക്റ്റ് വിറ്റത് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതിനെ എന്ത് ചെയ്യും, നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാനായിട്ട്, അളക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അടുത്ത വരുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നോൺ എക്കോണമിക് ആക്ടിവിറ്റീസ് ആണ്. നോൺ എക്കോണമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫിനാൻഷ്യൽ ഗെയിൻ ഒന്നും തന്നെ ഇല്ല. അതായത് ഇത് പ്രോഫിറ്റ് മോട്ടീവിന് വേണ്ടിയിട്ടല്ല, സർവീസ് മോട്ടീവിന് വേണ്ടിയിട്ടാണ് ഈ ആക്ടിവിറ്റീസ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഇത് നമ്മളുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് പൊതുവേ ഈ നോൺ എക്കോണമിക് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. സോഷ്യൽ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ആക്ടിവിറ്റീസാണ് നോൺ എക്കോണമിക് ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്കോണമിക് ആക്ടിവിറ്റീസ് മെഷർ ചെയ്ത പോലെ ഇതിനെ മോണിറ്ററി ടൈംസിൽ നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, എക്കോണമിക് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ എക്കോണമിക് ആക്ടിവിറ്റീസ്. അടുത്തത് എക്കോണമിക് പ്രോബ്ലം. വാട്ട് ഈസ് ആൻ എക്കോണമിക് പ്രോബ്ലം? നമുക്കറിയാം നമ്മുടെ എക്കോണമിയിൽ റിസോഴ്സുകൾ ലിമിറ്റഡ് ആയിരിക്കും, പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളോ അൺലിമിറ്റഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. എന്നാൽ ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങളെ മീറ്റ് ചെയ്യാനായിട്ടുള്ള റിസോഴ്സുകൾ സ്കേഴ്സ് ആയിരിക്കും, അതായത് പരിമിതമായിരിക്കും. അപ്പം അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ്, ആ സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്കോണമിക് പ്രോബ്ലം എന്ന് പറയുന്നത്. എല്ലാ സൊസൈറ്റിയും ഇത് ഫേസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. ഈ പ്രോബ്ലം ഉണ്ടാവുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു, ചോയ്സ് നടത്തേണ്ടി വരുന്നു. നമ്മൾ നേരത്തെ പഠിച്ചു ഓൾട്ടർനേറ്റീവ് എന്താണ് എന്ന്, അതായത് ഒരുപാട് പോസിബിലിറ്റീസിൽ നിന്നും നമുക്കൊരു ചോയ്സ് നടത്തേണ്ടി വരുന്നു. ആ ഒരു സിറ്റുവേഷൻ വരുന്നതിനെ നമുക്ക് സെൻട്രൽ പ്രോബ്ലം ഓഫ് എനി എക്കോണമി എന്ന് പറയാം. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ബേസിക് എക്കോണമിക് പ്രോബ്ലംസ്? വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ബേസിക് എക്കോണമിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ഏത് അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം, അതായത് എന്ത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് സർവീസ് ആയിരിക്കണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അത് ഏത് അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ എക്കോണമിക് പ്രോബ്ലം. രണ്ടാമത്തേത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ഏത് മെത്തേഡ് ഉപയോഗിക്കണം, ഏത് ടെക്നിക്ക് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യണം, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ളത് വേണോ അല്ലെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ളത് വേണോ, അതായത് ലേബേഴ്സിനെ കൂടുതൽ ഇട്ടുകൊണ്ട് ക്യാപിറ്റൽ കുറച്ചുകൊണ്ടുള്ള പ്രൊഡക്ഷൻ നടത്തണോ, അല്ലെങ്കിൽ ക്യാപിറ്റൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ലേബേഴ്സിനെ കുറച്ചുകൊണ്ടുള്ള പ്രൊഡക്ഷൻ ടെക്നിക്സുകൾ നടത്തണോ. അപ്പം അതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് നമ്മളത് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ലേബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ക്യാപിറ്റൽ ഇല്ല എങ്കിൽ, ക്യാപിറ്റൽ സ്കേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലേബേഴ്സിനെ കൂടുതൽ ഇട്ടുകൊണ്ട് ക്യാപിറ്റൽ കുറച്ചുകൊണ്ടുള്ള പ്രൊഡക്ഷൻ ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്യും. അപ്പം അത് ഏതാണെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സിൻ്റെ അവൈലബിലിറ്റിയുടെ ബേസിലായിരിക്കും. ഇനി അടുത്തത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ് തേർഡ് ആൻഡ് ലാസ്റ്റ് എക്കണോമിക് പ്രോബ്ലം. ഹൗ സ്കേഴ്സിറ്റി ലീഡ്സ് ടു ചോയ്സ്, എങ്ങനെയാണ് സ്കേഴ്സിറ്റി ചോയ്സിലേക്ക് ലീഡ് ചെയ്യുന്നത്? നമുക്കറിയാം നമുക്കുള്ളത് അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സ് ആണ്, അതുപോലെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകളാണ് നമ്മുടെ എക്കോണമിയിലുള്ളത്. ഇത് രണ്ടും നമ്മൾ പഠിച്ചു. ഇത് രണ്ടും സംഭവിക്കുമ്പോഴാണ് സ്കേഴ്സിറ്റി ഉണ്ടാവുക. ഈ സ്കേഴ്സിറ്റി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു, ചോയ്സ് നടത്തേണ്ടതായിട്ട് വരുന്നു. ചോയ്സ് നടത്തേണ്ട എന്തൊക്കെയാണ് നമ്മുടെ ചോയ്സ്?
വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു ചാർട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫിഗർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അടുത്തത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. PPC എന്ന് പറയും ഇതിനെ ഷോർട്ടായിട്ട്, അല്ലെങ്കിൽ PPF എന്നും പറയും. PPF എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ആണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എക്കോണമിക് പ്രോബ്ലംസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ? ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് വെച്ചാൽ, ആസ് എ ലോക്കസ് ഓഫ് പോയിന്റ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് വിച്ച് ആൻ എക്കോണമി ക്യാൻ പ്രൊഡ്യൂസ് വിത്ത് അവൈലബിൾ റിസോഴ്സസ് ആൻഡ് എ ഗീവൺ സ്റ്റോക്ക് ഓഫ് ടെക്നോളജി. നമുക്കുള്ള ടെക്നോളജിയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളും വെച്ചുകൊണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ എക്കോണമിയിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന രണ്ട് ഗുഡ്സിൻ്റെ കോമ്പിനേഷൻസ്. ആ കോമ്പിനേഷൻസിനെ നമ്മളൊരു ഗ്രാഫിലേക്ക് മാറ്റി ആ പോയിൻറ്റ്സുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഈ ലോക്കസ് ഓഫ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് പോയിൻറ്റ്സ് ആണ്. അപ്പം അങ്ങനെ കിട്ടുന്ന ഒന്നാണ് നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എക്കണോമിക്സ്? എന്താണ് എക്കണോമിക്സ്? എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ സൊസൈറ്റി യൂസസ് ഇറ്റ്സ് ലിമിറ്റഡ് റിസോഴ്സ്. പരിമിതമായ റിസോഴ്സുകളെ എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി ഉപയോഗിക്കുന്നത്, അതിനെ പറ്റിയിട്ടുള്ള പഠനമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഹൗ ഹ്യൂമൻ മേക്ക് ഡിസിഷൻസ് ഇൻ ദ ഫേസ് ഓഫ് സ്കേഴ്സിറ്റി. ക്ഷാമമുണ്ടാവുമ്പോൾ എങ്ങനെയാണ് ആളുകൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇൻഡിവിജ്വൽ ഡിസിഷൻസ് അല്ലെങ്കിൽ ഫാമിലി ഡിസിഷൻസ് ഓർ ബിസിനസ് ഡിസിഷൻസ്, അങ്ങനെ ഏതും ആകട്ടെ, അങ്ങനെയുള്ള തീരുമാനങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നതിനെ പറ്റിയിട്ട് പഠിക്കുന്നു. അടുത്തതായിട്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ നമുക്ക് ഗ്രാഫിലേക്ക് വരച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. അപ്പം റൈറ്റ് സൈഡിലായിട്ട് ഒരു ഗ്രാഫ് ചാർട്ട് തന്നിട്ടുണ്ട്. ചാർട്ടിനകത്ത് പോസിബിലിറ്റീസും പിന്നെ രണ്ട് പ്രോഡക്റ്റ്, ഞാനിവിടെ രണ്ട് പ്രോഡക്റ്റായിട്ട് എടുത്തിരിക്കുന്നത് കുക്കീസും കേക്കുമാണ്. അപ്പം രണ്ടിൻ്റെയും പോസിബിലിറ്റീസും കോമ്പിനേഷൻസും ഒക്കെ തന്നിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഒരു ഗ്രാഫിലോട്ട് പ്ലോട്ട് ചെയ്യാം എന്ന് നോക്കാം. അപ്പം ഇങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്. ഒരു സൈഡിൽ കുക്കീസും മറ്റൊരു സൈഡിൽ കേക്കും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ്. എ എന്ന് പറയുന്ന പോസിബിലിറ്റിയിൽ 100 കുക്കീസ് ഉണ്ടാക്കിയാൽ നമുക്ക് 0 കേക്ക്സ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. ബി പോസിബിലിറ്റിയിലേക്ക് വരുമ്പം 90 കുക്കീസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് 20 കേക്ക്സ് ഉണ്ടാക്കാം. സിയിലേക്ക് വരും 70 കുക്കീസ് ഉണ്ടാക്കുമ്പോൾ 85 കേക്ക്സ് ഉണ്ടാക്കാം. ഡി പോസിബിലിറ്റിയിലേക്ക് വരുമ്പോൾ 40 കുക്കീസ് ഉണ്ടാക്കുമ്പോൾ 45 കേക്ക്സ് ഉണ്ടാക്കാം. ഇനി ഇയിലേക്ക് വന്നാലോ, 0 കുക്കീസ് ഉണ്ടാക്കുമ്പോൾ 50 കേക്ക്സ് നമുക്കുണ്ടാക്കാം. അപ്പോൾ ഇതൊരു പോസിബിലിറ്റി ആണ്. ഇങ്ങനെ ഈ പോയിന്റ്സ് നമ്മൾ ഗ്രാഫിലോട്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് ABCDE എന്ന് പറയുന്ന ഈ 5 പോയിന്റ്സുകൾ ഗ്രാഫിലോട്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് ഇത് കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കർവിനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ബേസിക് എക്കോണമിക് പ്രോബ്ലംസ്? വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ ബേസിക് എക്കോണമിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ഏത് അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം, അതായത് എന്ത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് സർവീസ് ആയിരിക്കണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അത് ഏത് അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ എക്കോണമിക് പ്രോബ്ലം. രണ്ടാമത്തേത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ഏത് മെത്തേഡ് ഉപയോഗിക്കണം, ഏത് ടെക്നിക്ക് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്യണം, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ളത് വേണോ അല്ലെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ളത് വേണോ, അതായത് ലേബേഴ്സിനെ കൂടുതൽ ഇട്ടുകൊണ്ട് ക്യാപിറ്റൽ കുറച്ചുകൊണ്ടുള്ള പ്രൊഡക്ഷൻ നടത്തണോ, അല്ലെങ്കിൽ ക്യാപിറ്റൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ലേബേഴ്സിനെ കുറച്ചുകൊണ്ടുള്ള പ്രൊഡക്ഷൻ ടെക്നിക്സുകൾ നടത്തണോ.
അപ്പം അതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് നമ്മളത് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ലേബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ക്യാപിറ്റൽ ഇല്ല എങ്കിൽ, ക്യാപിറ്റൽ സ്കേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലേബേഴ്സിനെ കൂടുതൽ ഇട്ടുകൊണ്ട് ക്യാപിറ്റൽ കുറച്ചുകൊണ്ടുള്ള പ്രൊഡക്ഷൻ ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്യും. അപ്പം അത് ഏതാണെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സിൻ്റെ അവൈലബിലിറ്റിയുടെ ബേസിലായിരിക്കും. ഇനി അടുത്തത് ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതായത് നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഓർഗനൈസേഷൻ ഓഫ് എക്കോണമിക് ആക്ടിവിറ്റീസ്. നമുക്ക് പലതരത്തിലുള്ള എക്കോണമി ഉണ്ട്. അപ്പം ഈ എക്കോണമി എല്ലാം നമ്മുടെ സെൻട്രൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഡിഫറെൻറ്റ് വേസ് ഓഫ് സോൾവിങ് ദ പ്രോബ്ലംസിൻ്റെ ഇതിൽ നമ്മുടെ എക്കോണമി ആക്ടിവിറ്റീസിനെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? സെൻട്രലി പ്ലാൻഡ് എക്കോണമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോണമി, സെക്കൻഡ് വൺ മാർക്കറ്റ് ഓർ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, തേർഡ് വൺ ഈസ് മിക്സ്ഡ് എക്കോണമി. ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് മൂന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ആദ്യത്തെ എക്കോണമിയാണ് സെൻട്രലി പ്ലാൻഡ് എക്കോണമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോണമി. Socialist economy എന്ന് വെച്ചാൽ an economic system in which means of production are owned by the entire society and operated and controlled by the public authority. ഒരു സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും ഒരേപോലെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് എന്ത് കൊടുക്കുക? ഫ്രീഡം കൊടുക്കുക, അവർക്ക് റൈറ്റ്സ് കൊടുക്കുക, അവരെ ഈക്വലി ട്രീറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ഉള്ള സൊസൈറ്റിയാണ് സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു എക്കോണമിക് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും പബ്ലിക് അതോറിറ്റി ആയിരിക്കും, അതായത് ഗവൺമെൻറ് ആയിരിക്കും. അപ്പോൾ തന്നെ നമുക്കറിയാം സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു എക്കോണമി ആയിരിക്കും സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇക്വാലിറ്റി. എക്കണോമിക് ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സമത്വം, പിന്നെ സാമൂഹിക സമത്വം. ഇത് രണ്ടും ഉണ്ടായിരിക്കും സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ. അതായത് എല്ലാവർക്കും ഒരേപോലെ എക്കണോമിക് ഇൻകത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതാണ് എക്കണോമിക് ഇക്വാലിറ്റി. ഇനി സോഷ്യൽ ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിലുള്ള എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക, എല്ലാവർക്കും ഒരേപോലെ റൈറ്റ് കൊടുക്കുക, അവർക്ക് സംസാരിക്കാനുള്ള ഫ്രീഡം, അവർക്ക് വോട്ട് ചെയ്യാനുള്ള ഫ്രീഡം, അതൊക്കെയാണ് സോഷ്യൽ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത വരുന്നതാണ് മാക്സിമം സോഷ്യൽ വെൽഫെയർ. ആളുകളുടെ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒന്നാണ് സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത്. പിന്നെ കളക്റ്റീവ് ഓണർഷിപ്പ്. കളക്റ്റീവ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എല്ലാവർക്കും, ഇതിനകത്ത് ആരൊക്കെ മെമ്പേഴ്സായിട്ടുണ്ടോ, ഈ ഒരു എക്കോണമിയിൽ ആരൊക്കെയാണോ മെമ്പേഴ്സായിട്ടുള്ളത് അവർക്കെല്ലാം ഒരേപോലെ ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കും ഈ ഒരു എക്കോണമിയിൽ. അതാണ് കളക്റ്റീവ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ എക്കോണമിക് പ്ലാനിങ്ങിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് മാർക്കറ്റ് എക്കോണമി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫറൻസ് കുറച്ചുകൊണ്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രൈവറ്റായിട്ടുള്ള ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്ന മീൻസ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ഓൺ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുന്ന ഒരു എക്കോണമിക് സിസ്റ്റമാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത്. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫറൻസ് എങ്ങനെയായിരിക്കും? മിനിമം ആയിരിക്കും. അതുപോലെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എന്തായിരിക്കും ഇവരുടെ മോട്ടീവ്? പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും. പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതാണ് ഇവരുടെ മോട്ടീവ് എന്ന് പറയുന്നത്. ഇത് കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് തന്നെയായിരിക്കും. ഇതിൻ്റെ ഫീച്ചേഴ്സ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതായത് ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആയിരിക്കും ഇത് ഓൺ ചെയ്യുന്നത്. ഇനി പ്രോഫിറ്റ് മോട്ടീവാണ് നമ്മൾ പറഞ്ഞു, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതാണ് ഇവരുടെ ഉദ്ദേശം. ലേസി ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ് ഇടപെടുന്നത് ഒഴിവാക്കുന്ന രീതിക്കാണ് എന്ത് പറയുന്നത്? ലേസി ഫെയർ. അതായത് ഇവരുടെ ഇപ്പം നമ്മൾ പറഞ്ഞു, ആ ഡെഫിനേഷൻ അത് തന്നെ പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫറൻസ് കുറയ്ക്കുക. അപ്പോൾ അതിനെയാണ് ലേസി ഫെയർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് സപ്ലൈയുടെയും ബേസിലായിരിക്കും ഇതിനകത്ത് പ്രൈസ് നിശ്ചയിക്കുന്നത്. കമ്മോഡിറ്റിയുടെ പ്രൈസ് നിശ്ചയിക്കുന്നത് സൊസൈറ്റിയിലെ ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെ ബേസിലായിരിക്കും പ്രൈസ് ഇടുന്നത്. അതാണ് പ്രൈസ് മെക്കാനിസം. പിന്നെ ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസസ് ആൻഡ് ഓക്യുപ്പേഷൻ. അവർക്ക് അവരുടെ എൻ്റർപ്രൈസിന്മേൽ ഫ്രീഡവും ഉണ്ടായിരിക്കും. ഇനി ലാസ്റ്റ് എക്കോണമിയാണ് മിക്സ്ഡ് എക്കോണമി. മിക്സ്ഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യലിസ്റ്റ് എക്കോണമിയുടെയും ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെയും ഒരു കോമ്പിനേഷനാണ്. ഇതിൽ പബ്ലിക്കിനും പ്രൈവറ്റിനും ഒരേപോലെ കൺട്രോൾ ആയിരിക്കും ഉള്ളത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, വിച്ച് ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് എക്സസൈസ് എക്കോണമിക് കൺട്രോൾ സൈമിൾട്ടേനിയസ്ലി.
ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടറിൻ്റെയും പ്രൈവറ്റ് സെക്ടറിൻ്റെയും ഒരു കോ എക്സിസ്റ്റൻസ്, രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു എക്കോണമിക് സിസ്റ്റമാണ് മിക്സ്ഡ് എക്കോണമി എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ലിബർട്ടി ഉണ്ടായിരിക്കും, അതായത് പബ്ലിക് സെക്ടറിനും പ്രൈവറ്റ് സെക്ടറിനും അവരുടെ രീതിക്ക് പ്രവർത്തിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും. പിന്നെ പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും ബേസിലായിരിക്കും കമ്മോഡിറ്റിയുടെ പ്രൈസ് നിശ്ചയിക്കുന്നത്. പിന്നെ ഇതിൽ 2 മോട്ടീവ്സ് ആണുള്ളത്, പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ട്, സോഷ്യൽ വെൽഫെയർ മോട്ടീവ് ഉണ്ട്. അതായത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടും ഈ എക്കോണമിക് സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നു. രണ്ടിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ കോ എക്സിസ്റ്റൻസ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് ഫീച്ചേഴ്സ്, അതായത് നമ്മൾ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ അകത്തും സോഷ്യലിസ്റ്റ് എക്കോണമിയിലും പഠിച്ച ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിൽ കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ്. ഇത് നമ്മുടെ എക്കണോമിക്സിൻ്റെ 2 ബ്രാഞ്ചസ് ആണ്. മോഡേൺ എക്കണോമിക്സിൻ്റെ 2 സ്റ്റാൻഡേർഡ് ബ്രാഞ്ചസ് ആണ്, പോസിറ്റീവ് എക്കണോമിക്സും നോർമേറ്റീവ് എക്കണോമിക്സും. പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ, വാട്ട് ഈസ് എന്ന സിനാറിയോ ഡിസ്ക്രൈബ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പോസിറ്റീവ് എക്കണോമിക്സ്. എന്നാൽ നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എങ്ങനെയായിരിക്കണം നമ്മുടെ എക്കണോമി, എങ്ങനെയാണ് നമ്മുടെ എക്കോണമി, അങ്ങനെ തീരുമാനിക്കുന്ന ഒരു വാല്യൂ ജഡ്ജ്മെൻ്റ് ആണ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. വൈൽ പോസിറ്റീവ് എക്കണോമിക്സ് ഈസ് ബേസ്ഡ് ഓൺ ഫാക്ട്സ്, അതായത് എഴുതി പിടിപ്പിച്ച കുറേ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇന്നതാണ് എന്ന് ഉള്ളതാണ് വാട്ട് ഈസ് ദ ഫാക്ട്. അപ്പം ആ ഫാക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്നാൽ നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് ആണ്. വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് വെച്ചാൽ ഇത് നല്ലതാണ്, അത് ചീത്തയാണ്, അങ്ങനെയുള്ളത്, ദിസ് ഈസ് റൈറ്റ്, ദിസ് ഈസ് ഗുഡ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, അതൊക്കെയാണ് വാല്യൂ ജഡ്ജ്മെൻറ്റ്സ്. അപ്പോൾ അങ്ങനെയുള്ള വാല്യൂ ജഡ്ജ്മെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. പോസിറ്റീവ് എക്കണോമിക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ക്യാൻ ബി വെരിഫൈഡ് ട്രൂ ഓർ ഫാൾസ്. നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും, കാരണം അതൊരു ഫാക്റ്റാണ്, ഓൾറെഡി റിട്ടേൺ ആണ്. അപ്പം അത് ശരിയാണോ തെറ്റാണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നോർമേറ്റീവ് എക്കണോമിക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആൻ ഒപ്പീനിയൻ, നമ്മുടെ ഒരാളുടെ ഒപ്പീനിയനാണ്. അതിപ്പം എൻ്റെ ഒപ്പീനിയൻ ആയിരിക്കണം എന്നില്ല മറ്റൊരാളുടെ. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് തെറ്റെന്ന് തോന്നാം. അപ്പം അതാണ് നോർമേറ്റീവ് എക്കണോമിക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വ്യൂ ദാറ്റ് അതേഴ്സ് മേ ഡിസഗ്രി വിത്ത്. അതാണ് പറഞ്ഞത്, എനിക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് തെറ്റായിട്ട് തോന്നാം. അപ്പം എനിക്കിഷ്ടമുള്ളത് മറ്റൊരാൾക്ക് ഇഷ്ടമാകണമെന്നില്ല. അപ്പോൾ അതാണ് നോർമേറ്റീവ് എക്കണോമിക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും, ഇത് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, ഇതൊരു ഒപ്പീനിയനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കമ്പാരിസൺ ചാർട്ടിലേക്ക് പോകാം, കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. അപ്പം ഫസ്റ്റ് മീനിങ്, പോസിറ്റീവ് എക്കണോമിക്സ് ഇറ്റ് കോൺസെൻട്രേറ്റ്സ് ഓൺ വാട്ട് ഓൾറെഡി എന്താണ്, അതൊരു പാസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം. അപ്പം പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, അത് ഫാക്റ്റായിട്ട് നിലകൊള്ളുമായിരിക്കും, അപ്പോൾ അത് വെരിഫയബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒന്ന്, അതായത് ഓൾറെഡി ഉള്ള ഒരു ഫാക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് പോസിറ്റീവ് എക്കണോമിക്സ് നിൽക്കുന്നത്. എന്നാൽ നോർമേറ്റീവ് എക്കണോമിക്സിൽ വരുമ്പം ഡിപ്പിക്ട്സ് എ പിക്ചർ ഓഫ് വാട്ട് ഷുഡ് ബി, എങ്ങനെ ആയിരിക്കണം, അതൊരു ഒപ്പീനിയൻ ആകാം, അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ഒപ്പീനിയൻ, അതിനെ നമുക്ക് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയാം. ഇനി പോസിറ്റീവ് എക്കണോമിക്സ് ടോക്സ് അബൌട്ട് ദ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, അതായത് ഇങ്ങനെ സംഭവിച്ചാൽ ഇതായിരിക്കും ഇതിൻ്റെ, ഇങ്ങനെ ചെയ്താൽ ഇതായിരിക്കും ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് ഓൾറെഡി ഒരു ഫാക്റ്റ് റിട്ടേണബിളായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ട് മീൻസ് ഓൾറെഡി ഉള്ള ഒരു ഫാക്റ്റ് ആയിരിക്കും. ആ ഫാക്റ്റ് നമുക്കറിയാൻ പറ്റും, ഇന്നതായിരിക്കും ഇങ്ങനെ സംഭവിച്ചാൽ ഇതായിരിക്കും ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. എന്നാൽ നോർമേറ്റീവ് എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഒപ്പീനിയൻസും ജഡ്ജ്മെൻറ്റ്സും ആയിരിക്കും അതിൽ പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ഒപ്പീനിയൻ ആയിരിക്കാം, അയാളുടെ ജഡ്ജ്മെൻ്റ് ആയിരിക്കാം അതിൽ പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് പ്രൊവൈഡഡ് ഹെൽത്ത് കെയർ ഇൻക്രീസസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. അതൊരു പാസ്റ്റ് ഡേറ്റയെ ബേസ് ചെയ്തിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്ത ഹെൽത്ത് കെയർ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടി, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫാക്റ്റാണ്. എന്നാൽ നോർമേറ്റീവ് എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഗവൺമെൻറ് ഷുഡ് പ്രൊവൈഡ് ബേസിക് ഹെൽത്ത് കെയർ ടു ഓൾ സിറ്റിസൺ. അതൊരു ഒപ്പീനിയനാണ്, ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടിൻ്റെയോ ഒപ്പീനിയൻ ആയിരിക്കും. ഗവൺമെൻറ് എല്ലാവർക്കും എന്ത് ചെയ്യണം, എല്ലാ സിറ്റിസൺസിനും എന്ത് കൊടുക്കണം, ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ കൊടുക്കണം എന്നുള്ളത് ഒരു ഒപ്പീനിയൻ ആയിരിക്കും. ഇനി
ഈ പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഫാക്ട്സിനെയും റിയാലിറ്റിയും ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത് വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ്. ആരാണോ ആ ജഡ്ജ്മെൻറ്റ് നടത്തുന്നത് അല്ലെങ്കിൽ ആ ഒപ്പീനിയൻ പറയുന്നത് ആ വ്യക്തിയുടെ വാല്യൂ, എത്തിക്കൽ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അടുത്ത ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് എ പർട്ടിക്കുലർ മാർക്കറ്റ് സെഗ്മെൻറ്റ് ഓഫ് ദ എക്കോണമി. ഒരു എക്കോണമിയിൽ ഒരു പർട്ടിക്കുലർ മാർക്കറ്റ് സെഗ്മെൻറ്റിനെ മാത്രം പഠിക്കുന്നതിനെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നു. എന്നാൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോൾ എക്കോണമി ഒരുമിച്ച് പഠിക്കുന്നതിനെ നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നു. ദ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ മാർക്കറ്റ്സ്, അതായത് ഇൻഡിവിജ്വലി ഓരോരോ മാർക്കറ്റ് എടുത്ത് പഠിക്കുന്നതിനെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നു. ദ സ്റ്റഡി ഓഫ് എക്കോണമി ആസ് എ ഹോൾ, മൊത്ത എക്കോണമി ഒറ്റയടിക്ക് പഠിക്കുന്നതിനെയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി മൈക്രോ എക്കണോമിക്സിനെ പറയുന്നത് വോംസ് ഐ വ്യൂ ഓഫ് എ സ്മാൾ സ്പെസിഫിക് യൂണിറ്റ്, അതായത് ഒരു പുഴുവിൻ്റെ കണ്ണിൽ കൂടെ നമ്മൾ എങ്ങനെ കാണുന്നു അങ്ങനെ അതിനെയാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്നാൽ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേർഡ് ഐ വ്യൂ ആണ് പറയുന്നത്. അതായത് ബേർഡിൻ്റെ കണ്ണിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റയർ വേൾഡ്, എൻ്റയർ എക്കോണമി കാണാൻ പറ്റും. അതേപോലെ എന്താണ് ആ എൻ്റയർ എക്കോണമിയെ കുറിച്ച് പഠിക്കുന്നതാണ് മാക്രോ എക്കോണമി. അപ്പം മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്കോണമിയിലെ പർട്ടിക്കുലർ മാർക്കറ്റ് സെഗ്മെൻറ്റിനെ പറ്റി മാത്രം പഠിക്കുന്നതിനെയാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്നാൽ മാക്രോയിലേക്ക് വരുമ്പോൾ ആ ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റ് തിരിക്കാതെ തന്നെ ഹോൾ എക്കോണമി നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നതിനെയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞത്. ആദ്യം നമ്മൾ കീ ടേംസ് പഠിച്ചപ്പോൾ പറഞ്ഞ ഒരു ടേമാണ് മാർക്കറ്റ് സെഗ്മെൻറ്റിഫിക്കേഷൻ. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം മാർക്കറ്റ് സെഗ്മെൻറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുന്നതിനെ മൈക്രോ എന്നും സെഗ്മെൻറ്റ് ചെയ്യാതെ ഹോൾ എക്കോണമി ഒരുമിച്ച് പഠിക്കുന്നതിന് മാക്രോ എന്നും പറയുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ലൈക്ക് ദ വീഡിയോ, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. If you want to hear from me again, be sure to hit the subscribe button before you go. Don't forget to click the bell icon. Thanks for watching. Take care.